എന്തൊരു ചരക്കടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ നമ്മൾ ആരാണാവോ? രാധ, സീത. സോറി സാർ. നല്ല ബെസ്റ്റ് ചേർച്ച. ഒച്ച വയ്ക്കല്ലെന്ന് അണ്ണാ, ഞാൻ കണ്ടണ്ണാ. കണ്ടോടാ കണ്ടോടാ കണ്ടു, ഞാൻ കണ്ടു. ത്രിലോകസുന്ദരി തന്നെ, സംശയമില്ല. പക്ഷെ ശത്രുവാണെന്ന കാര്യം മറക്കണ്ട. ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ, ആശ്രയിരിക്കണ പോലെ വായി തുറന്നിരിക്കണത്. അയ്യോ, പഞ്ചറാകും. നീ നോക്ക്, ഇതങ്ങോട്ട് നോക്കട, ഇതങ്ങോട്ട്. എവിടെ? ഊഞ്ഞാലിലേക്ക് നോക്ക്. ആരുടെ ഊഞ്ഞാലിലേക്ക് നോക്കട പോത്തെ. ഇതിലും സുന്ദരിയാണോ ചെമ്പകം? സംശയമുണ്ടോ? ഇനി എനിക്ക് ക്ഷമിക്കറിയാം. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നീ ഒന്ന് അടങ്ങന്റെ ഉഷേ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. നൈറ്റിയിലായണ്ട സാരി എടുത്ത് നല്ല മുറ്റ് ഗ്ലാമറാ. സാരി എടുക്കാൻ പറഞ്ഞു കൊടുക്കും, കാണോ? അയ്യേ അല്ല, ബനാറസ്. ഓ, ഏക്കായാലും കേട്ടോ കുഞ്ഞുമോളമ്മല്ലേ, ഇത്രയും ഡ്രസ് സെൻസ് ഉള്ള, ഇത്രയധികം പട്ടുസാരികളുള്ള ഒരു പെങ്കൊച്ചും ഇന്നേ വരെ പൊളിറ്റിക്സിൽ വന്നിട്ടില്ലെന്നാ പത്രക്കാരുടെ. சாரி, அந்த மேட்சிங் பிளவுஸ் ரொம்ப சூப்பர். அதுவும் இந்த ஜன்னல் வச்ச ஜாக்கெட் ரொம்ப ரொம்ப சூப்பர். நல்லா மெயின்டைன் பண்றீங்க. കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? താനൊക്കെ എന്നെ പോലെ സ്ലിം ബ്യൂട്ടി ആകാൻ നോക്ക്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം. അതിപ്പോ ലാഭായല്ലോ. വിജയന്റെ ചന്തി കണ്ടാലോ? കഞ്ഞാറിങ് പോവാതെ എനിക്ക്. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? എങ്ങനെയുണ്ട് പാർട്ടി? ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പൊന്നും അല്ല. ആള് നല്ല സ്മാർട്ടാ. അതാ ഞാൻ പറഞ്ഞത്. കുട്ടിക്ക് ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. അല്ല, ഞാനങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക, നമുക്കിവിടെ ഒരുമിച്ചൊരു കളി കളിച്ചൂടെ? ഞാൻ ഈ ഫീൽഡിലെന്ന് എങ്ങനെ മനസ്സിലായി? ആനെ കണ്ട പാപ്പാൻ അറിയാൻ മേലെ ഏതായെന്നോന്ന്. അവിടെ എവിടെ എത്താത്ത 1.5 മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നീളം ഇറങ്ങിക്കോളും. നിന്നെയൊക്കെ കണ്ട ആർക്കാടി ഇളകാത്തത്? പിന്നെ സ്ത്രീപീഡനൊന്നും ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാഗ്രഹോട്ട് ഇറങ്ങിക്കോളും. നേരെ ചൊവ്വേ തുണി കൊടുത്ത് നടക്കുക, ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും.
എന്താണ് കിണിക്കുന്നത്? മനഃശക്തി തരണേ. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ.